പതിറ്റാണ്ടിലേറെ കാലത്തെ ചെങ്കൊടി പ്രസ്ഥാനവുമായുള്ള സഹജീവിതം അവസാനിപ്പിച്ച് അമ്പലപ്പുഴയിൽ പാർട്ടിക്ക് നേർക്കുനേർ പോർമുഖം തുറന്നിരിക്കുന്നു ജി സുധാകരൻ. രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ജി സുധാകരന്റെ ഈ കൂറുമാറ്റം ഇനിയും അംഗീകരിക്കാൻ CPIM അണികൾക്കായിട്ടില്ല. കോൺഗ്രസ് പിന്തുണയോടെ സുധാകരൻ പോരിനിറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയും ഇന്ന് തുറന്നടിച്ചിരിക്കുന്നു. സുധാകരൻ വർഗവഞ്ചകൻ തന്നെ. 3 തവണ ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, കോൾ വന്നില്ല എന്ന് കള്ളം പറഞ്ഞുവെന്നും മുഖ്യമന്ത്രി ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി അമൽ സുരേന്ദ്രൻ ആലപ്പുഴയിലെ വോട്ടർമാരോട് അന്വേഷിക്കുകയാണ്. സുധാകരൻ വർഗവഞ്ചകനോ എന്നുള്ളത്, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നും കൂടി നോക്കാം. അമ്പലപ്പുഴയിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരൻ വർഗവഞ്ചകനാണെന്ന പ്രചരണം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് കുറച്ച് നാളുകളായി. ഇന്ന് മുഖ്യമന്ത്രി തന്നെ താൻ 2 തവണ ഫോണിൽ വിളിച്ചിട്ടും ജി സുധാകരൻ സംസാരിക്കാൻ തയ്യാറായില്ലെന്നും വഞ്ചനയാണ് ചെയ്തതെന്നും മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാർ നല്ലൊരു നേതാവാണ്, ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിനെ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു തീരാനഷ്ടം അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ്. ആ ആളിനെ പല കാര്യത്തിനും അദ്ദേഹത്തെ ഒഴിവാക്കി. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പല കമ്മിറ്റികളും ഇതൊക്കെ വന്നിട്ട് പുള്ളിയെ അറിയിക്കുക പോലും ചെയ്തില്ല. അതൊരു അങ്ങേയറ്റത്തെ തെറ്റാണ്. അപ്പോൾ അദ്ദേഹം മാറിയത് ഒരു തെറ്റല്ല, അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാറിയതാണ്. വൻ ഭൂരിപക്ഷത്തോടു കൂടി അതങ്ങനെ അവരെ പണ്ട് പറയുമല്ലോ, പരനാറി വർഗവഞ്ചൻ ഇങ്ങനെയൊക്കെ പുള്ളി പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പോൾ പുള്ളിയുടെ കാര്യം ഇപ്പോൾ ഇപ്രാവശ്യം പ്രശ്നം ആരുടെ മുഖ്യമന്ത്രിയുടെ അങ്ങനെ പുള്ളിയെ തോപ്പിക്കുന്ന നാട്ടുകാർ അവർ തന്നെ. ഒരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ അത്രയും പ്രായമായില്ലേ. ഇപ്പം നമ്മൾ ഏത് പ്രത്യയശാസ്ത്രത്തെ ആണെങ്കിലും, അത് LDF ആണെങ്കിലും BJP ആണെങ്കിലും പിന്നെ കോൺഗ്രസ് ആണെങ്കിലും ഏതാണെങ്കിലും, അപ്പം അങ്ങനെ നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രത്യയശാസ്ത്രത്തെ ബലി കഴിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യലാണ്. അത് നമ്മുടെ സംസ്കാര കേരളത്തിന് പറ്റിയതല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും അത് തെറ്റുള്ള ഒരു കാര്യമല്ലേ. ആരെയായാലും നമ്മൾ അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പാടില്ല. രാഷ്ട്രീയമായിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ, അത് തെറ്റായ അത് തീർച്ചയായിട്ടും ഞാൻ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും അല്ല, വിശ്വസിച്ചാലും ശരി അത് തെറ്റായ ഒരു രീതി തന്നെയാണ്. ഒരു പാർട്ടി കൂടെ നിന്നിട്ട് ഇനി ഏത് പാർട്ടി ആയിക്കോട്ടെ അധികാരമോഹമില്ലേ ഇത് അല്ലേ? എനിക്ക് പറയാനല്ല, അത് അധികാരമോഹം എന്ന് തന്നെ പറയാനൊക്കെ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണത്തെ പറ്റി അതുകൊണ്ടാണ് ജി സുധാകരൻ ഇത് പാർട്ടിയിലേക്ക് മാറുന്നത്. തീർച്ചയായിട്ടും അല്ല, അദ്ദേഹം വർഗവഞ്ചകനാവുന്നത്. അദ്ദേഹം ഇന്ന് വരെ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടൊരു മനുഷ്യനോട് സീറ്റ് കൊടുക്കാൻ ചോദിച്ചിട്ട് സീറ്റ് കൊടുത്തില്ല. എന്നിട്ട് ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ അദ്ദേഹത്തെ പറ്റി എന്തെല്ലാം ഭാഷകളാണ് പറയുന്നത്. ഒരു മനുഷ്യനല്ല, ഇത്രയും വർഷം 10-63 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരു രക്തസാക്ഷി കുടുംബത്തിലെ അംഗമല്ലേ. അന്നേരം അങ്ങനെ വർഗവഞ്ചകം വിളിക്കുന്ന മോശമല്ലേ? മനുഷ്യനെ ആക്ഷേപിക്കുന്നൊരു പരിധിയില്ലേ? ശരിയല്ല. സാർ ഇത്രയും നാളും കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ നിന്നേല്ലേ, അപ്പം പിന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടായിരിക്കുമല്ലോ സാർ മാറിയത്, അപ്പം അതുകൊണ്ട് അങ്ങനെ വിളിച്ചത് ശരിയായില്ല. സമ്മിശ്രമാണ് ജനങ്ങളുടെ പ്രതികരണം. ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഭരണകർത്താവിന്റെ കഴിവിൽ ആർക്കും തന്നെ സംശയമില്ല. പക്ഷെ അപ്പോഴും അധികാരമോഹത്തിന്റെ പേരിൽ പാർട്ടി വിടണമായിരുന്നോ എന്നൊരു ചോദ്യം ബാക്കി. വർഗവഞ്ചകൻ എന്ന് മുഖ്യമന്ത്രി തന്നെ വിളിക്കുമ്പോൾ അതിലും അടുത്തറിയാവുന്നവർക്ക് അല്പം ഒന്ന് വിഷമമുണ്ട്. ക്യാമറമാൻ രതീഷിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം.